ഹലോ ഹായ് കൂട്ടുകാരെ നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ വന്നുള്ളത് നമ്മുടെ വണ്ടൂർ വാണിയമ്പലത്തിലുള്ള കസബ പാരഡൈസ് ആണ് റിസോർട്ട്. ഒരുപാട് റിസോർട്ട് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഫാം ഹൗസോട് കൂടിയിട്ടുള്ള റിസോർട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇവിടുത്തെ വിശേഷങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞൊതുക്കാവുന്നതല്ല കേട്ടോ, അത്രയ്ക്ക് വിശേഷങ്ങളുണ്ട് ഇവിടെ പറയുകയാണെങ്കിൽ. എങ്കിലും കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് ഇവിടെ ബുക്ക് ചെയ്തോളൂ. ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വിഷമൊക്കെ ഉണ്ടാവും, കാരണം വല്യമാനും വല്യപ്പാനും എങ്ങനെ കൊണ്ടുപോകാന്ന് നിങ്ങൾ ഒരു ടെൻഷനും ആവണ്ട കേട്ടോ. അവിടെ ഫുള്ള് വീൽ ചെയർ ഫ്രണ്ട്ലി ആണ്, എവിടേക്ക് വേണമെങ്കിലും വീൽ ചെയറിൽ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും കേട്ടോ. അതാണ് അവിടുത്തെ ഒരു ഹൈലൈറ്റ്. എത്ര പേർക്ക് വേണമെങ്കിലും ഒരുമിച്ച് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ, അതിവിശാലമായിട്ടുള്ള ഒരു പ്രെയർ ഹാൾ തന്നെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്നോടൊരു കാര്യം പറഞ്ഞു കേട്ടോ, അതും കൂടെ കേൾക്കണ്ട നിങ്ങൾക്ക്. അത് വേറെ ഒന്നുമല്ല കേട്ടാ, ഇത് കണ്ടാൽ ഏത് നിസ്കരിച്ചാത്തോനും നിസ്കരിച്ചില്ല സ്മോറിന്. അതങ്ങനെ കണ്ട് വന്ന് നോക്കുമ്പോ ഇവിടെ അവര് നല്ലൊരു ഹാള് കാണണം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാൾ തന്നെയാണ്. എന്തെങ്കിലും വല്ല മീറ്റിങ്ങോ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് നടത്താനും പറ്റൂട്ടോ നമുക്ക്. പിന്നെ കുട്ടികൾക്ക് ചാടി കളിക്കാൻ പറ്റിയ പൂള് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി പൂള് തന്നെയാണ്. പിന്നെ എൻ്റെ മക്കളെ അവിടുത്തെ ബെഡ് അറേഞ്ച്മെന്റ് അതൊരു രക്ഷയില്ല. ഡോർമെട്രിയും കപ്പിൾസ് റൂമും എല്ലാം വരും ഇവിടെ സെറ്റ് ചെയ്ത്. പിന്നെ ഈ റൂമിൽ നിന്ന് നോക്കിയാലേ നല്ല അടിപൊളി പൂളിക്കാട്ട, നല്ല കാഴ്ചയുള്ള ഒരു സ്ഥലം തന്നെയാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസ് നിങ്ങൾ തരുന്നുണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ട് ചാടി കയറി പോന്നോളി. പിന്നെ എന്നാളെ ഈ പോണ വൈക്കലൊക്കെ പോലും ഊഞ്ഞാലിട്ടിക്കണേ, അത് കാണാൻ അതിലാറ് രസം. അപ്പൊ നിങ്ങൾ വിചാരിച്ചു എവിടെ ഞങ്ങൾ ഊഞ്ഞാലൊന്നും കണ്ടിട്ടില്ലല്ലോ, അതൊക്കെ വരുന്നുണ്ടേ. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ഇനിയും കുറെ ഊഞ്ഞാലുകളൊക്കെ കാണാണ്ട്. അതൊക്കെ നമുക്ക് നാളത്തെ ലെങ്ത് വീഡിയോയിൽ കാണാം കേട്ടോ. ഈ കിളികളൊക്കെ അല്ലേ കുശലം പറഞ്ഞിരിക്കുന്ന കാണാൻ എന്ത് രസമല്ലേ. പിന്നെ അവിടെ കൂട്ടുകാരെ ഫുട്ബോൾ അടിക്കാൻ നല്ലൊരു ടർഫ് ഉണ്ട് കേട്ടോ. ഫുട്ബോൾ പിന്നെ നമുക്ക് വശമില്ലാത്ത കളിയായതുകൊണ്ട് നമ്മൾ വല്ലാതെ അതിലങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ അവിടെ ഉണ്ടല്ലോ എന്നെക്കാളും ഉയരത്തിൽ തല പൊക്കി നിൽക്കുന്ന ഒരു ഈന്തപ്പനമാരുണ്ട് കേട്ടോ. അത് കണ്ടപ്പോ നല്ല മൊഞ്ചായി തോന്നി. ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ മനസ്സിന് ഒരു കുളിർമയാണ്. വല്ലാണ്ട് ടെൻഷൻ അടിച്ച് വല്ലാണ്ട് ആയിരിക്കുമ്പോ ഇവിടെയൊക്കെ ഒന്ന് പോയി കണ്ടാണ്ട് കേട്ടോ, ടെൻഷനൊക്കെ പമ്പ കിടക്കും. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ എന്താലേ. ഈ കൊത്തിപ്പറക്കാനുള്ള പേര് നിക്കറിയൂല കേട്ടോ, അറിയണവർ കമന്റ്. പിന്നെ ഇവനാണ് ആ വില്ലൻ, ഇവൻ ആള് പൊളിയാ. നമ്മളെ മലപ്പുറം ജില്ലയിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടപ്പോ വലിയ സന്തോഷം തോന്നി. അതും ഫാം ഹൗസ്. ഈ ഫാം ഹൗസിലൊക്കെ നല്ല കില്ലാടികളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കണ്ട് അക്കരെ പറ്റിയാലോ എന്ന് ആലോചിച്ചുള്ള പോക്കാണ് ഇപ്പൊ ഈ പോണത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാലേ അക്കരക്കാണ് കാണും കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. ഇതിലെങ്ങനെ പോയപ്പോഴേ എന്റെ കുട്ടിക്കാലം ഇങ്ങനെ ഓർമ്മ വന്നിട്ട് എനിക്ക്, കാരണം പാടും പറമ്പും പോളിയും ആഹാ അടിപൊളി തന്നെ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയിട്ടുള്ളൂ കേട്ടോ. അവിടെ നല്ല കാഴ്ചകൾ കാണാണ്ട് നാളത്തെ വീഡിയോ മറക്കാതെ എല്ലാവരും കാണിട്ടോ. ഇതിലും നടന്ന് കൊയങ്ങിയാണ്ട് ബേജാറാവൊന്നും വേണ്ട, ഇവിടെയൊക്കെ ഊഞ്ഞാലാളുണ്ടേ. കൊയങ്ങിയിട്ടൊന്നും കേട്ടോ, ഊഞ്ഞാല കണ്ടപ്പോ നമുക്കും ആടാൻ. ഇത് കണ്ടില്ല നിങ്ങള്, ഇതടുത്ത് വേറൊരു വൈബാണേ, മീനാക്ക് കാലിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് നാളെ കാണാല്ലേ. ഓക്കെ ബൈ.